ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ 8 കേരള സഭാ ചരിത്രത്തിലെ പ്രകാശമേറിയ വിശുദ്ധമായ ഒരു ദിവസമായിരുന്നു. അതിന് കാരണം 20-ാം വയസ്സിൽ വിധവയായ ഒരു കുഞ്ഞിൻ്റെ അമ്മയായ, അതിലുപരി നീണ്ട 10 വർഷക്കാലം സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു ചെറിയ മുറിയിൽ, ഒരു കളപ്പുരയിലിരുന്ന 1862 വരെ ദൈവത്തിന് മുൻപിൽ തൻ്റെ ജീവിതത്തെ ഹോമിച്ച ഒരമ്മയുടെ ഓർമ്മകളെ വാഴ്ത്തപ്പെട്ടവളുടെ ഗണമായി നമ്മൾ കൊണ്ടാടുകയാണ്. ധന്യയായ മദർ ഏലീശ്വ വാഴ്ത്തപ്പെട്ടവളായി അൽത്താരകളിൽ സങ്കീർത്തനങ്ങളായി മാറ്റപ്പെടുന്ന സുദിനം. കേരളത്തിലെ ആദ്യ സന്യാസിനി എന്ന ആ വലിയ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ അവർക്ക് ലഭിച്ചത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനകളുടെ കാലഘട്ടങ്ങളെ ഓർമ്മിച്ചുകൊണ്ടാണ്. തനിക്ക് ലഭിച്ച അസ്വസ്ഥതകളിൽ നിന്നും ശക്തിയാർജിച്ചുകൊണ്ട് അവൾ കാലഘട്ടത്തിൻ്റെ മുൻപിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വക്താവായി, ഒടുങ്ങാത്ത ദൈവസ്നേഹത്തിൻ്റെ പ്രവാചകയായി. അവളുടെ ജീവിതം വിശുദ്ധമായ സുവിശേഷമായി മാറ്റപ്പെട്ടു. ലോകം എന്നും വായിക്കേണ്ട പുണ്യപ്പെട്ടൊരു സുവിശേഷത്തിൻ്റെ പേരാണ് മദർ ഏലീശ്വ.